ഓക്കെ, നമ്മൾ ഇനി ഇപ്പോൾ നമ്മൾ നിങ്ങളെ വെബ്സൈറ്റിൽ ഒരു കീവേഡ് സെർച്ച് ചെയ്താൽ വരാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളായിരുന്നു. അതായത് സെർച്ച് എഞ്ചിന് ഈ ഡാറ്റ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രീലാൻസർ കൊച്ചിന്ന് അടിച്ചു കഴിഞ്ഞാൽ സെർച്ച് എഞ്ചിൻ നിങ്ങളുടെ പേജിൻ്റെ ഉള്ളിൽ കണ്ടന്റിൻ്റെ ഉള്ളിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രീലാൻസർ ഉണ്ടോ നോക്കും. മെറ്റാ ടൈറ്റിൽ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഉണ്ടോ, ഇമേജ് ആൾട്ട് ഉണ്ടോ, അതേപോലെ ഹെഡിങ്ങിലുണ്ടോ, H1-ലുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. ആ കാര്യങ്ങൾ വരെയാണ് ഇതൊരു പഠിച്ചത്. ഇതാണ് ഓൺ പേജ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് ടെക്നിക്കൽ SEO എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അത് വേഗം പോകും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേരുകൾ കുറച്ച് കൺഫ്യൂസിങ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് robots.txt എന്ന് പറയുന്നൊരു സംഭവമാണ്. robots.txt. ചാർജ് എന്തായി കയറുന്നുണ്ടോ? നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് robots.txt. ഇത് നോട്ട് ചെയ്യാൻ അയച്ചുതരാം. ഓക്കെ, robots.txt എന്ന് പറയും. ഇതെന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഒരു കോഡ് ഉണ്ട്. ഈ കോഡ് ഒരു ഭാഗത്ത് കൊണ്ടുപോയി ഇടാനുള്ളൂ സംഭവം. ഓക്കെ, അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ robots.txt എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ കുറേ പേജുകളുണ്ട് അല്ലേ. ഹോം ഉണ്ട്, സർവീസിൻ്റെ, എബോട്ട് ഉണ്ട്, കോണ്ടാക്ട് ഉണ്ട്. അതായത് അതിൻ്റെയൊക്കെ ലിങ്ക് നോക്കുന്ന സമയത്ത് ഇപ്പോൾ പിന്നെ .com/about/contact ഇങ്ങനെയല്ലേ പേജിൻ്റെ ലിങ്ക് വരുന്ന മേലത്തെ ലിങ്കുകൾ. അതേപോലത്തെ ഒരു പേജല്ലേ WP admin എന്ന് പറയുന്നത്. നിങ്ങളുടെ വെബ്സൈറ്റ് /WP admin അടിച്ചു കഴിഞ്ഞാൽ എന്താ വരിക? യൂസർ നെയിമും പാസ്വേഡും അടിക്കേണ്ട ഭാഗം വരില്ലേ? അതൊരു പേജല്ലേ അല്ലേ. അപ്പോൾ ഇതേപോലത്തെ വേറെ കുറേ പേജുകളാണ് ഈ WP ഇൻക്ലൂഡ്സ്, യൂസർ ഡാഷ്ബോർഡ് എന്നൊക്കെ പറയുന്ന പേജുകൾ. അപ്പോൾ സെർച്ച് എഞ്ചിൻ എന്താ നോക്കുന്നത് വെച്ചാൽ സെർച്ച് എഞ്ചിൻ്റെ അൽഗോരിതം അനുസരിച്ച് എല്ലാ പേജും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അതായത് നിങ്ങൾ ഹോം പേജിലും എബൌട്ട് സർവീസ് പേജിലൊക്കെ ചെയ്ത കാര്യങ്ങൾ എന്താ? കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു അല്ലേ. ഒരു 600 അല്ലെങ്കിൽ 400 വേർഡ് കൗണ്ടില്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു. മെറ്റാ ടൈറ്റിൽ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തില്ലേ. ഇതൊക്കെ ഈ WP അഡ്മിൻ്റെ പേജിലൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അതായത് ഇപ്പോൾ melayathil-architect.com/WP-admin ലോഗിൻ്റെ പേജല്ല ഒന്ന്. ഇതാണ് ഒരു പേജ്. ഇതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും /WP-admin ഒരു പേജ് ഉണ്ട്. ഇതേപോലെ യൂസർ പാസ്വേഡ്. ഈ പേജിന് മെറ്റാ ടൈറ്റിൽ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഉണ്ടോ, H1 ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. അതൊക്കെ ഉണ്ടോ ഈ പേജിന്? ഇല്ല. ഈ പേജിൽ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ ഈ പേജിലോട്ട് ഇപ്പം നിലവിൽ ഈ പേജിലോട്ടൊക്കെ സെർച്ച് എഞ്ചിൻ നോക്കുന്നുണ്ട്. അപ്പോൾ സെർച്ച് എഞ്ചിൻ നോക്കുന്ന സമയത്ത് മെറ്റാ ടൈറ്റിൽ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ അല്ല, കണ്ടന്റ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇത് SEOന് ബാധിക്കും. ഇത് നെഗറ്റീവ് ആവും. ഓക്കെ, നെഗറ്റീവ് ആവും. സെർച്ച് എഞ്ചിൻ നോക്കാതിരുന്നാൽ പോരെ. സെർച്ച് എഞ്ചിൻ നോക്കാതിരുന്നാൽ മതി അല്ലേ. അതായത് ഇപ്പോൾ ഒരു വീടിൻ്റെ ഉള്ളിലോട്ട് ആൾക്കാരെ കയറ്റിയാലല്ലേ പ്രശ്നം, കയറ്റണ്ട. ഓക്കെ, അതായത് സെർച്ച് എഞ്ചിന് ഈ പേജിലോട്ട് കയറ്റണ്ട. അതായത് ഇപ്പം melayathil-architect ലോഗിൻ അടിച്ചാലൊന്നും ഈ പേജ് വരണ്ട. ഡയറക്റ്റ് URL അടിച്ചാൽ മാത്രം വന്നാൽ മതി. നിങ്ങൾ ഈ സെർച്ച് ചെയ്യുന്നതും ഇതൊക്കെ URL ഡയറക്റ്റ് ടൈപ്പ് ചെയ്തത് ഗൂഗിളിലല്ല. അത് ഈ മൊസില്ല, ക്രോം, സഫാരി എന്നൊക്കെ പറയുന്ന ബ്രൗസറിൻ്റെ മേലെയാണ് ലിങ്ക് അടിക്കുന്നത്. അത് സെർച്ച് എഞ്ചിനല്ല. സെർച്ച് എഞ്ചിൻ ഗൂഗിള്, ബിങ് ഒക്കെയാണ്. സെർച്ച് എഞ്ചിനിൽ ഇപ്പോൾ നിങ്ങളുടെ പേര്, ഇപ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ നസീബ് സ്പേസ് ഡിജിറ്റൽ എന്നൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങളുടെ വെബ്സൈറ്റ് വരണമെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ അതിനൊരു അവസരം കൊടുക്കണ്ട. സെർച്ച് എഞ്ചിനോട് ഈ പേജിലോട്ട് കയറണ്ട എന്ന് പറയുന്നൊരു എക്സ്ക്ലൂഷൻ പ്രോട്ടോക്കോളാണ് robots.txt എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ കോൺടാക്ട് പേജിലോട്ട് സെർച്ച് എഞ്ചിൻ കയറണ്ടെന്നുണ്ടെങ്കിൽ ഈ കോഡിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് എഞ്ചിൻ അങ്ങോട്ട് കയറില്ല. അപ്പോൾ ഇപ്പം നിങ്ങളുടെ വെബ്സൈറ്റ് കിടക്കുന്നത് സെർച്ച് എഞ്ചിൻ എല്ലാ പേജിലോട്ടും കയറും. അപ്പോൾ നിങ്ങൾ കയറുന്ന പിന്നെ എല്ലാ പേജിലോട്ടും കയറുന്നതല്ലേ നല്ലത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇതാണ്. എല്ലാ പേജ് എന്ന് പറയുമ്പോൾ ഈ പേജൊക്കെ പെടും അതിൽ
/WP admin ഒക്കെ. അപ്പോൾ ഈ /WP admin എന്നൊക്കെ പറയുന്നത് ഇതേപോലെ ലോഗിൻ പേജാണ്. ഈ ലോഗിൻ പേജിന് ഹെഡിങ് ഉണ്ടോ, കണ്ടന്റ് ഉണ്ടോ, മെറ്റാ ടൈറ്റിൽ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങും. ചെക്ക് ചെയ്യാൻ കൊടുക്കണ്ട, അങ്ങോട്ട് കയറണ്ട എന്ന് പറയാം. സെർച്ച് എഞ്ചിനോട് ഈ പേജിലോട്ടൊന്നും കയറണ്ട എന്ന് പറയുന്ന ഒരു robots.txt എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്റർവ്യൂവിന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വേർഡ് പറഞ്ഞാൽ മതി, അതൊരു എക്സ്ക്ലൂഷൻ പ്രോട്ടോകോളാണ്. എന്താ പറയുക, നാളെ ചോദിച്ചാൽ മനസ്സിലാവുമോ? എവിടെയെങ്കിലും ഒന്ന് കുത്തിക്കുറിച്ചോക്കാം, നോട്ട്സിലോ. robots.txt അതൊരു എക്സ്ക്ലൂഷൻ പ്രോട്ടോകോളാണ്. ഇത് ചെറുതായിട്ട് ഇതാക്കിക്കോ. ഓക്കെ, എന്തായാലും ഇത് മറക്കുന്നറിയാം. എന്തായാലും റിവിഷൻ ലാസ്റ്റ് വെക്കും ഇന്റർവ്യൂവിൻ്റെ ടൈമിൽ, അപ്പോൾ നേരെ പഠിച്ചാലും മതി. ഇപ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക എവിടെയാണ് എങ്ങനെയാണുള്ളത്. അപ്പോൾ robots.txt എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സ്ക്ലൂഷൻ പ്രോട്ടോകോൾ. സെർച്ച് എഞ്ചിനോട് ആവശ്യമില്ലാത്ത പേജിലോട്ടൊന്നും സെർച്ച് എഞ്ചിനോട് കയറണ്ട എന്ന് പറയുന്ന ഒരു കോഡ്. അപ്പോൾ ഈ നോട്ടിൻ്റെ അടിയിൽ തന്നെ ഉണ്ട് ഇത് എവിടെയാണ് കൊണ്ടുപോയിടേണ്ടത് എന്നൊക്കെ ഉണ്ട്. ഞാൻ എഴുതിയിട്ടുണ്ട് യോസ്റ്റസിയോ ഫയൽ എഡിറ്റർ ക്രിയേറ്റ് robots.txt എന്ന് പറഞ്ഞിട്ട് ഇത് എവിടെയൊക്കെ ഉണ്ടത്. ഞാൻ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, ഈ ഒരു എന്താണ് ഈ സംഭവം എന്നുള്ളത്. യൂസർ ഏജന്റ് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ലോകത്തില്ല എല്ലാ സെർച്ച് എഞ്ചിനും ബാധകമാണ്. താഴെ ബ്ലോക്ക് ആകുന്ന പേജുകളൊക്കെ ലോകത്തിലെ എല്ലാ സെർച്ച് എഞ്ചിനും ബാധകമാണ്. അതായത് ഒരൊറ്റ സെർച്ച് എഞ്ചിൻ പോലും എന്തില്ല ഈ താഴെ പറയുന്ന പേജിലോട്ട് കയറില്ല. ഞാൻ ഈ ഇത് മാറ്റിയിട്ട് ഗൂഗിൾ ബോട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനർത്ഥം എന്തായിരിക്കും? ഗൂഗിൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഈ പേജിലോട്ടൊന്നും കയറാതിരിക്കത്തുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ കയറും. സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ ലോകത്തില്ല ഒരു സെർച്ച് എഞ്ചിനും ഒരൊറ്റ കണ്ടന്റിലോട്ടും എന്ത് ചെയ്യില്ല, ഒരൊറ്റ കണ്ടന്റ് ഈ താഴെ പറയുന്ന പേജിലോട്ടൊന്നും എന്ത് ചെയ്യില്ല, കയറത്തില്ല. ഓക്കെ, ഇനി ഞാൻ ഇതൊന്ന് നോക്കിക്കോ. ഇപ്പൊ ഈ കോഡിന്റെ അർത്ഥം എന്താ അറിയോ? യൂസർ ഏജന്റ് സ്റ്റാർ, അതിന്റെ അർത്ഥം എന്താ? ലോകത്തിലെ എല്ലാ സെർച്ച് എഞ്ചിനും ഡിസലോ കഴിഞ്ഞ് 2 കുത്ത് കോളം കഴിഞ്ഞിട്ട് ഒരു സ്ലാഷ്, ഒരൊറ്റ സ്ലാഷ് അല്ലേ ഉള്ളൂ. അതിനർത്ഥം എന്താ അറിയോ? ലോകത്തിലെ എല്ലാ സെർച്ച് എഞ്ചിനും നമ്മുടെ ഒരൊറ്റ കണ്ടന്റിലോട്ടും കയറില്ല. ഇപ്പൊ ഇതിന്റെ അവസ്ഥ അതാണ്, ഒരൊറ്റ കണ്ടന്റിലോട്ടും കയറില്ല. അതായത് ഗൂഗിളിലോ എവിടെയും സെർച്ച് ചെയ്താലൊന്നും ഈ സൈറ്റ് കിട്ടില്ല. ആർക്കെങ്കിലും ഡയറക്റ്റ് ലിങ്ക് അയച്ചു കൊടുത്താൽ മാത്രമേ ഈ സൈറ്റ് ഓപ്പൺ ആവുള്ളൂ. അങ്ങനെയുള്ള സൈറ്റുകളുണ്ട്. ഓക്കെ, അതായത് വലിയ കോൺഫിഡൻഷ്യൽ സംഭവങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ലിങ്ക് അയക്കുന്നവർക്ക് മാത്രം ഈ സൈറ്റ് കിട്ടിയാൽ മതി എന്ന രീതിയിലുണ്ടാവും. അങ്ങനെയുള്ളതൊക്കെ ഇത് പരിപാടി ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ഈ സ്ലാഷ് ഒഴിവാക്കി. ഇപ്പോൾ സ്ലാഷ് ഉണ്ടോ? ഇല്ല. ഇപ്പോൾ ഈ പറയുന്ന കാര്യമല്ലേ, ഇത് മേലുണ്ട് കേട്ടോ, എക്സാമ്പിൾസ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലുണ്ട് യൂസർ ഏജന്റ് സ്റ്റാർ ഡിസലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ മീനിങ്ങും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ നോട്ടിൽ. ഇപ്പം ഇതിൻ്റെ അവസ്ഥ എന്താ അറിയോ? യൂസർ ഏജന്റ് സ്റ്റാർ ഡിസലോ കോളം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ഇപ്പം ഇതിനർത്ഥം എല്ലാ സെർച്ച് എഞ്ചിനും നിങ്ങളുടെ എല്ലാ കണ്ടന്റിലോട്ടും കയറും, എല്ലാ കണ്ടന്റിലോട്ടും കയറും. ഇപ്പം നിലവിൽ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ അവസ്ഥ ഈ കോഡാണ് കിടക്കുന്നത്. യൂസർ ഏജന്റ് സ്റ്റാർ ഡിസലോ കഴിഞ്ഞിട്ട് കോളം കഴിഞ്ഞിട്ട് ഒന്നുമില്ല. അപ്പം ഇതിനർത്ഥം എന്താ? സെർച്ച് എഞ്ചിന് എല്ലാ പേജിലോട്ടും കയറും. എല്ലാ പേജിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതുന്ന പോലെ നിങ്ങളുടെ വെബ്സൈറ്റിന് ഹോം, എബൌട്ട്, കോൺടാക്ട്, സർവീസ് മാത്രമല്ല വേറെ കുറേ പേജുകളുണ്ടാവും, ഇന്നർ പേജുകളുണ്ടാവും. ഇപ്പോൾ ഇതേപോലെ /WP-admin, /WP-news അങ്ങനെ പറയുന്ന കുറേ പേജുകളുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഇപ്പോൾ ബേസിക്കായി ചെയ്യുന്ന സമയത്ത് ഇത്രയാണ് ചെയ്യാറ്. ഓക്കെ, ഇനി നിങ്ങളെ ഒരു പേജിൽ സർവീസ് പേജ് ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, സർവീസ് പേജ്, ആ സർവീസ് പേജിലോട്ട് സെർച്ച് എഞ്ചിൻ കയറണ്ടെന്നുള്ളതാണ് ഇപ്പം നിലവിൽ നിങ്ങളുടെ തീരുമാനം എന്ന് വിചാരിക്കും. ഓക്കെ, ജസ്റ്റ് അസ്യൂം ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ ഡിസലോ കഴിഞ്ഞിട്ട് ഈ യൂസർ ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഈ ഭാഗമല്ലേ, ഇവിടെ അതിൻ്റെ സ്ലഗ് ഇല്ലേ, അതായത് നിങ്ങളുടെ വെബ്സൈറ്റ് അബൌട്ട് പേജിൻ്റെ /about എന്നല്ലേ അല്ലേ? ഇപ്പോൾ ഈ വെബ്സൈറ്റിന് കണ്ടോ, ഇതിൽ സർവീസിൻ്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ വരുന്നത്? /സർവീസസ്. അപ്പോൾ ഈ പേജ് ബ്ലോക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ സർവീസസ് എങ്ങനെയാണോ അത് കറക്റ്റ് ഇതിൻ്റെ ഇടയിൽ കൊടുത്താൽ മതി. ആ പേജിലോട്ട് കയറത്തില്ല. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ആ പേജിൻ്റെ ഫുൾ URL ഇല്ലേ, ആ ലിങ്ക്, ഈ
ഈ ലിങ്ക് മൊത്തം കോപ്പി ചെയ്തിട്ട് അവിടെ കൊണ്ടിട്ടാലും മതി. സ്ലാഷ് വേണം, ഒരു സ്ലാഷ് മതി. ഇങ്ങനെ ഇട്ടാലും എന്ത് ചെയ്തില്ല, ആ പേജിലോട്ട് കയറത്തില്ല. ഓക്കെ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം നിലവിൽ അതിൻ്റെ ആവശ്യം എന്താ വെച്ചാൽ ബേസിക് ആയിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു കോഡ് അതാണ് ഇത്. യൂസർ ഏജന്റ് സ്റ്റാർ ഡിസലോ സ്ലാഷ് WP admin സ്ലാഷ് യൂസർ ഡാഷ്ബോർഡ്. ഓക്കെ. അപ്പം ഞാനിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നോട്ട് ഗ്രൂപ്പിലിടാം. ആ നോട്ടിൻ്റെ താഴെ ഇത് മാത്രം, ഈ കോഡൊന്നും വേണ്ട, യൂസർ ഏജന്റ് സ്റ്റാർ തുടങ്ങിയിട്ട് ഡിസലോ കഴിഞ്ഞിട്ട് യൂസർ ഡാഷ്ബോർഡ് വേണം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഡാഷ്ബോർഡ് എടുക്കും. ഓക്കെ. ഈ ഞാൻ പറഞ്ഞിട്ടുണ്ട് എവിടെ കൊണ്ടുവരേണ്ടത്. യോസ് എസ്ഇഒ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ടൂൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ടൂൾസിൻ്റെ ഉള്ളിൽ എന്തായാലും ഫയൽ എഡിറ്റർ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് robot.txt എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. ഇതാണ് അവസ്ഥ. അപ്പോൾ എന്താ നടക്കുന്നത് വെച്ചാൽ ആദ്യം കൊണ്ട് പോണ്ട് യോസ് എസ്ഇഒ ഇങ്ങനെ പോയിട്ട് ലെഫ്റ്റ് സൈഡ് തപ്പി നോക്കുക. യോസ് എസ്ഇഒ